ചെമ്മനീർ പോയിന്റ് ഇന്നത്തെ വിശേഷത്തിലേക്ക് പോവാം. ട്രാഫിക് പോലീസ് ആണെന്നുണ്ടെങ്കിൽ സച്ചിയുടെ വണ്ടിയൊക്കെ തടഞ്ഞു നിർത്തിയിട്ട് സച്ചിനെ അതിനകത്തുനിന്ന് പിടിച്ചിറക്കുന്നുണ്ട്. സച്ചി ചോദിക്കുന്നുണ്ട്, സർ ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ട് എന്നെ ഇങ്ങനെ പിടിച്ചിറക്കുന്നത്? രാവിലെ തൊട്ട് എന്താ നടക്കുന്നതെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. ട്രിപ്പ് ചെയ്തവരെല്ലാം ട്രിപ്പ് ക്യാൻസലാക്കി പോകുന്നു, വണ്ടിയിൽ ഇരുന്നവരൊക്കെ പകുതി വഴിക്ക് ഇറങ്ങി പോകുന്നു. എന്താണ് സർ ഇത്? എന്താണ് സംഭവിക്കുന്നത്? നിനക്ക് എങ്ങനെ മനസ്സിലാവാനാ? കാരണം നിനക്ക് ബോധമില്ലല്ലോ, നീ ബോധമില്ലാതല്ലേ വണ്ടി ഓടിക്കുന്നത്. സർ എൻ്റെ ബോധത്തിനൊന്നും ഒരു കുറവുമില്ല, ഞാൻ നല്ല ബോധത്തോടെ തന്നെയാണ് വണ്ടി ഓടിക്കുന്നത്. അതിപ്പം നാട്ടുകാരെല്ലാം കണ്ടുകൊണ്ടിരിക്കുക നിനക്ക് എത്ര ബോധം ഉണ്ടെന്നുള്ളത്. കള്ളു കുടിച്ച് വണ്ടി ഓടിച്ചിട്ട് നിന്ന് ന്യായം പറയുന്നു റാസ്കൽ. സർ ഞാൻ കള്ളു കുടിച്ചിട്ടൊന്നുമില്ല, ഞാൻ കള്ളു കുടിച്ചിട്ട് വണ്ടി ഓടിക്കാറുമില്ല. സാർ എന്തോ തെറ്റിദ്ധരിച്ചാണ് സംസാരിക്കുന്നത്. ഒരു തെറ്റിദ്ധാരണയില്ലടാ, എല്ലാവരും എല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. സർ ഞാൻ കള്ളു കുടിച്ചിട്ടില്ല. സാറിൻ്റെ കയ്യിൽ അതിനുള്ള മെഷീൻ ഉണ്ടാവുമല്ലോ, അത് വെച്ചിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്ക്. ഇനി ടെസ്റ്റ് ചെയ്യാനൊന്നുമില്ല, എല്ലാവരും എല്ലാം അറിഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് നീ ലൈസൻസ് ഇങ്ങോട്ട് ഇട്. അങ്ങനെ ലൈസൻസ് ഒക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പോലീസുകാരൻ അത് തിരിച്ചു കൊടുക്കുന്നില്ല. അപ്പോൾ സച്ചു ചോദിക്കുന്നുണ്ട്, സർ എൻ്റെ ലൈസൻസ് തിരിച്ച് എനിക്ക് വണ്ടി ഓടിക്കണം, വണ്ടി ഓടിക്കാനുള്ളതാണ്. നീ ഇനി വണ്ടി ഓടിക്കുന്നില്ല, നിന്റെ ലൈസൻസും തിരിച്ചു തരുന്നില്ല എന്ന് പറഞ്ഞിട്ട് സച്ചിയുടെ വണ്ടി എടുത്തിട്ട് പോലീസുകാർ പോവുകയാണ് കേട്ടോ. സച്ചു പറയുന്നുണ്ട്, സാർ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, നിങ്ങൾ വെറുതെ എന്നെ സംശയിക്കുന്നതാണ്, എൻ്റെ വണ്ടി തിരിച്ചു തരണം എന്നൊക്കെ പറഞ്ഞിട്ടും കേൾക്കുന്നില്ല. അവർ വണ്ടി എടുത്തിട്ട് പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് സച്ചിയുടെ വീടാണ് കേട്ടോ. എല്ലാവരും അവിടെ ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. ആ സമയത്താണ് രേവതി വീട്ടിലേക്ക് വരുന്നത്. അപ്പോഴേക്ക് ചന്ദ്രമതി പറയുന്നുണ്ട്, ഈ വീടിൻ്റെ പെരുമ കാക്കാൻ വന്ന മരുമകളെ, നീ ഇങ്ങോട്ടേക്ക് വാ, എന്തൊക്കെയുണ്ട് വിശേഷം? നീ എവിടെയായിരുന്നു ഇത്രയും നേരം കറങ്ങാൻ പോയിരുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അന്നേരം ശ്രീകാന്ത് പറയുന്നുണ്ട്, സച്ചിയേട്ടൻ ചെയ്ത തെറ്റിന് എന്തിനാ രേവതി ഏട്ടത്തിനെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത്? പിന്നെ ഞാൻ എന്ത് പറയണോടാ, ഇവള് കാരണമല്ലേ ഇതെല്ലാം സംഭവിക്കുന്നത്. ഇവളെന്ന് ഈ വീട്ടിലേക്ക് കാലെടുത്ത് വെച്ചോ അന്ന് തുടങ്ങിയതാ കഷ്ടകാലം. ദേ ഇരിക്കുന്ന ഒരാൾ, ഇദ്ദേഹത്തെ പറഞ്ഞാൽ മതിയല്ലോ. ഇവളെ ഇങ്ങോട്ടേക്ക് വിളിച്ചോണ്ട് വന്നത് ഇദ്ദേഹമല്ലേ, നല്ല മരുമകളാണ്, നല്ല ഭാര്യ എന്നൊക്കെയല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പൊ എന്തായി? ഇവള് നല്ലൊരു ഭാര്യയായിരുന്നുണ്ടെങ്കിലേ അവനെ ഇങ്ങനെ കുടിച്ചു കൂത്താടാൻ വിടുവായിരുന്നോ? അവനെ നിയന്ത്രിക്കത്തില്ലേ? അതെങ്ങനെ? അവനെ നിയന്ത്രിക്കുന്നതൊന്നേ ഇവൾക്ക് ഇഷ്ടമല്ല. ഇവളൊന്നും അത് ചെയ്യത്തുമില്ല. കാരണം എന്താന്ന് വെച്ചാൽ അവൻ ബോധമില്ലാതെ നടന്നാലല്ലേ ഇവൾക്ക് ഇങ്ങനെ കറങ്ങി നടക്കാനായിട്ട് പറ്റത്തുള്ളൂ. കല്യാണത്തിന് മുമ്പ് വരെ രാത്രിയിൽ കുടിച്ചിട്ട് വന്ന് വീട്ടിൽ ബഹളം ഉണ്ടാക്കിയിട്ട് കിടന്ന് ഉറങ്ങത്തേ ഉള്ളായിരുന്നു. ഇപ്പൊ കല്യാണം കഴിഞ്ഞപ്പോൾ പകൽ സമയത്തും കുടിച്ചിട്ട് നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. എല്ലാത്തിനും ഇവള് തന്നെയാ കാരണക്കാരി. ഒന്ന് നിർത്തമ്മേ, എന്ത് ചെയ്തിട്ടാ നിങ്ങൾ എല്ലാവരും എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത്? നീ മിണ്ടരുത്, നീ കാരണം ഇതെല്ലാം നടക്കുന്നത്. നിന്റെ വണ്ടിയുടെ ബോക്സിന്റെ പുറകിൽ എഴുതി വെച്ചിട്ടുണ്ടല്ലോ 500 പൂമാല കെട്ടിയ സച്ചിയുടെ ഭാര്യയെന്ന്. ഇനി നീ അതങ്ങ് മാറ്റി എഴുതിക്കോ, കുടിയനായ സച്ചിയുടെ ഭാര്യയെന്ന് എഴുതി വെച്ചോ. അങ്ങനെയാണെന്നുണ്ടെങ്കിലേ അമ്മേനെ ഇനി കുടിയനായ സച്ചിയുടെ അമ്മയെന്നായിരിക്കും അറിയപ്പെടാൻ പോകുന്നത്. എല്ലാത്തിനും ഞാനല്ല കാരണക്കാരി, അമ്മയാണ്. എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടേ 1 വർഷം പോലും ആയിട്ടില്ല. അതിനു മുന്നേ ഈ വീട്ടിലല്ലേ സച്ചേട്ടൻ താമസിച്ചിരുന്നത്? അമ്മ തന്നെയല്ലേ വളർത്തിയത്? എന്നിട്ട് എൻ്റെ അമ്മ നല്ലത് പറഞ്ഞ് സച്ചേട്ടനെ വളർത്താഞ്ഞത്? അമ്മയുടെ വളർത്തുദോഷം കൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ ആയതെന്നാണ് നാട്ടുകാർ മൊത്തം പറയുന്നത്. നീ എന്താ പറഞ്ഞത്? ഞാൻ കാരണം അവൻ അങ്ങനെ ആയതെന്നോ? ഞാനാണോ അവനെ പറഞ്ഞ് ബാറിലേക്ക് വിടുന്നത്, പോയി കുടിച്ചിട്ട് വാ മോനേന്ന് പറഞ്ഞ്? പിന്നെ അമ്മ എന്തിനാ എന്നെ കുറ്റം പറയുന്നത്? ഞാനാണോ സച്ചേട്ടനെ ബാറിലേക്ക് പറഞ്ഞു വിടുന്നത്, പോയി കുടിച്ചിട്ട് വാ സച്ചേട്ടാന്ന് പറഞ്ഞിട്ട്? നീ കൂടുതലൊന്നും പറയണ്ട, ഞാൻ വളർത്തിയ എൻ്റെ മക്കളുണ്ടല്ലോ, അതാ തങ്കം പോലെ ഇവിടെ ഇരിപ്പുണ്ട്. അവനെ വളർത്തിയത് ഇദ്ദേഹത്തിൻ്റെ അമ്മയാണ്, അതുകൊണ്ടാണ് അവൻ ഇങ്ങനെ ആയിപ്പോയത്. ചന്ദ്രമതി, നീ വായടയ്ക്കുന്നതാ നല്ലതെന്ന് രവിയേട്ടൻ പറയുന്നുണ്ട്. സച്ചി ചെയ്ത തെറ്റിനെന്തിനാ നീ അവളുടെ മെക്കിട്ട് കയറുന്നത്? അവൾ പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴാണ് നമ്മൾ ചന്ദ്രമതിയെ വർഷയുടെ അമ്മ വിളിക്കുന്നത്. വർഷയുടെ അമ്മ വിളിച്ചിട്ട് ചന്ദ്രമതിയെ കുറേ കളിയാക്കുകയും കുറ്റം പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. കുടിയനായ സച്ചിയുടെ അമ്മയെന്നായിരിക്കും ഇനി നാട്ടുകാർ നിന്നെ വിളിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രമതിയെ ആക്ഷേപിക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ കേട്ടിട്ട് ചന്ദ്രമതിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ മഹിമ ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോഴത്തേക്ക് വർഷ ഫോൺ മേടിച്ചിട്ട്, അമ്മ എന്തിനാ ഇപ്പം ഇങ്ങോട്ടേക്ക് വിളിച്ചിട്ട് ഇങ്ങനെയൊക്കെ പറയുന്നത്? ഇവിടെ എല്ലാവരും അല്ലെങ്കിൽ ടെൻഷൻ അടിച്ചിരിക്കുക, അമ്മ ഒന്ന് ഫോൺ വെച്ചിട്ട് പോയെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്ക് ചന്ദ്രമതിയാണെന്നുണ്ടെങ്കിൽ പൊട്ടി പൊട്ടി കരയുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, അവനെ പ്രസവിച്ചെന്നുള്ളൊരു കുറ്റമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. ഇപ്പൊ നാട്ടുകാരുടെയും വീട്ടുകാരുടെയും മുമ്പിലെല്ലാം അപമാനിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നാട്ടുകാരെല്ലാം ചെളി വാരി എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇനി എന്താ ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രമതി പൊട്ടി കരയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളുടെ രേവതി അവിടെ സങ്കടപ്പെട്ട് കരഞ്ഞു തളർന്നിരിക്കുകയാണ്. അപ്പോഴേക്കും വർഷയും ശ്രീകാന്തും ഒക്കെ വന്നിട്ട് രേവതി എന്നെ സമാധാനിപ്പിക്കുന്നുണ്ട്. അപ്പോൾ രേവതി പറയുന്നുണ്ട്, സച്ചേട്ടൻ കുടി നിർത്തിയതാണ്, പിന്നെയും തുടങ്ങി, എന്താ കാരണമെന്ന് എനിക്കറിയില്ല, ഇനിയിപ്പോൾ തുടങ്ങിക്കഴിഞ്ഞാൽ അത് തുടർന്നുകൊണ്ടേയിരിക്കും, എന്തൊരു തലവിധിയാ ദൈവമേ എൻ്റെ എന്ന് പറഞ്ഞിട്ട് രേവതി എങ്ങനെ പൊട്ടിക്കരയുന്നുണ്ട് കേട്ടോ. ആ സമയത്താണ് സച്ചി വീട്ടിലേക്ക് വരുന്നത്. വീട്ടിലേക്ക് വന്നിട്ട് വീടിൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുകയാണ്. എന്നിട്ട് സച്ചി ആലോചിക്കുന്നുണ്ട്, ആരായിരിക്കും ഇതൊക്കെ എഡിറ്റ് ചെയ്ത് ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ ഇട്ടത്? ആർക്കായിരിക്കും എന്നോട് ഇത്ര വൈരാഗ്യം? വീട്ടിലെല്ലാവരും അതൊക്കെ കണ്ടു ആയിരിക്കും അല്ലേ? ഇപ്പം എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തുന്നുണ്ടായിരിക്കും. സാരമില്ല, ആരൊക്കെ കുറ്റപ്പെടുത്തിയാലും അച്ഛനെ രേവതി എന്നെ കുറ്റപ്പെടുത്തില്ല, അവരിതൊന്നും വിശ്വസിക്കത്തില്ല, എനിക്ക് അത് മതി എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചി ഇങ്ങനെ പുറത്ത് ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അത് കാണിച്ചിട്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്.